നമ്മുടെ ഓസ്കാറിന് കുറച്ച് മീനുകൾ പിടിക്കണം. പിന്നെ പുതിയ കുളത്തിലേക്ക് കുറേ ചെടികൾ. ഈ ചെടികളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ സർഫസിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അപ്പോൾ വെയിലും ഇതിനൊക്കെ ഒരു തടയുണ്ടാവും. അപ്പോൾ ഈ രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുളത്തിലേക്ക് വന്നിട്ടുള്ളത്. വലിയൊരു കുളട്ടോ അത്. ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് പ്രധാനമായിട്ട് 2 കുളങ്ങളുള്ളത്. പേരുകൾ ഭയങ്കര കോമഡിയാണ്. ഇപ്പം ഈ ഒരു കുളം നല്ല പുതിയതായിട്ട് ഇതിൻ്റെ സൈഡൊക്കെ കെട്ടി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മറ്റേ കുളം ഒരു പഴയ കുളം, ആകെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായിട്ട്. പക്ഷേ ആ കുളത്തിൻ്റെ പേര് എന്താണെന്നറിയോ? പുത്തൻ കുളം. പിന്നെ ഈ കുളമാണ് ഈ പരിസരത്തുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ കുളം. ഈ കുളത്തിൻ്റെ പേരെന്താണെന്ന് അറിയൂ? കുഞ്ഞിക്കുളം. ഈ ഒരു ചെടികളാണ് നമ്മൾ അതിൽ കൊണ്ടുവരുന്നത് കേട്ടോ. ഞാൻ ചെറിയൊരു ചെടി നോക്കി എടുത്താണ്. നോക്കുമ്പോൾ വേണ്ട, ഇതിൻ്റെ ഒരു കോലം കണ്ടിട്ട് പെട്ടെന്ന് വലുതായിട്ട് സ്പ്രെഡ് ആവണ ഒരു ടൈപ്പ് ചെടിയാന്ന് തോന്നുന്നുണ്ട്. കൊണ്ടിട്ട് നോക്കാം നമുക്ക്. കുറച്ചുകൂടി വെള്ളം എടുത്താലോ? കുറച്ചുകൂടി വെള്ളം മുക്കിക്കോ അതിൽ. നല്ല വാലുള്ള മീനുകളാട്ടോ. അടിയിലട്ട പേര്. ഇതിനുള്ളിൽ ഇങ്ങനെ ഒരു വെള്ള പൂവുണ്ടാവും. ഇതിൽ നമുക്ക് അധികം മീനുകൾ കിട്ടണില്ല കേട്ടോ. അപ്പം നമ്മൾ വലിയൊരു വല എടുത്തിട്ടുണ്ട്. ഇഷ്ടം പോലെ മീനായിട്ടാ. നമ്മുടെ ഓസ്കാറിന് ഒരു 2 ആഴ്ചക്കുള്ള മീനായിട്ടുണ്ടാവും. കുറച്ച് ചെടി എടുത്തിട്ടുണ്ട്. നമ്മുടെ പുതിയ കുളം ഒന്ന് സെറ്റാക്കാം. അതിൽ മീൻ ഏത് ഇടണമെന്ന് ഇപ്പോഴും കൺഫ്യൂഷൻ. പക്ഷെ ഇന്ന് നമ്മൾ ചെടിയൊക്കെ ഇട്ടിട്ട് നെറ്റൊക്കെ ഇട്ട് കുളത്തിൻ്റെ കാര്യം ഒരു ഇതാക്കും. പറ്റുകയാണെങ്കിൽ നമ്മൾ മീനിന് പോകും. ആക്കിയിട്ട് ചാടും. സൂയിസൈഡ്. ഒരു മൂടി വെക്കണം, അല്ലെങ്കിൽ അവർ ചാടിപ്പോവും. അതിനെറ്റുകൊണ്ട് മൂടാം. നമ്മുടെ മീനിനൊക്കെ ഇതിലിട്ടുണ്ട്. ചെടികൾ തൽക്കാലം ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറേ കാലമായി നമ്മുടെ ടാങ്കിൻ്റെ പണി കഴിഞ്ഞിട്ട് ഇതിൽ ഇലയൊക്കെ വീണ് ഒരു ഇതായിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ചെടികളതിനൊക്കെ ഇതിലിടാം. അടിഭാഗത്തൊക്കെ പൂപ്പൽ പിടിച്ചു.
ഇതിൽ കൂടുതലും ഈ പേരയുടെ ഇല വീണിട്ടാണ് കിടക്കുന്നത് അതിൻ്റെ അടിയിൽ. ഇതിൻ്റെ അടിയിലൊക്കെ ഒരു ഇങ്ങനെ എന്താ പറയുക, ഒരു വരയായിട്ടൊരു പൂപ്പൽ പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു വീഡിയോയിൽ കണ്ടത് ഇത് ബ്ലഡ് വേമിൻ്റെ കുട്ടികൾ അല്ല, അതിൻ്റെ ബ്ലഡ് വേമിൻ്റെ എന്തോ സാധനമാണെന്നാണ് കേട്ടത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആണല്ലോ. ആ ഉണ്ട്, കണ്ട ബ്ലഡ് വേം. പടി ക്ലീൻ ചെയ്യണ്ട. നമ്മൾ അധികം കട്ടിയുള്ള ടാർപ്പായല്ല ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്, സാമ്പത്തിക ലാഭം നോക്കിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൽ അങ്ങനെ ഇറങ്ങാനും ഇതൊന്നും പറ്റില്ല, ചിലപ്പോൾ അത് കീറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ ഇലകളൊക്കെ ഒരുവിധം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഒരു പാട പോലെ വരുന്നുണ്ട് കേട്ടോ, ഒരു പച്ച നിറത്തിൽ. അപ്പോൾ അത് മോട്ടർ അടിച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ പുറത്തേക്ക് കളഞ്ഞിട്ട് പിന്നെ നമുക്ക് ചെടികളൊക്കെ ഇട്ടിട്ട് സെറ്റാക്കാം. ആലോചിക്കാവുന്നതാണ്. നമുക്കൊരു ചെടി മാത്രം ഇതിൻ്റെ അടിയിൽ നിന്ന് വേരോടക്കനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രം നമുക്കൊരു പാത്രത്തിൽ കുഴിച്ചിട്ടിട്ട് വെക്കാം. ബാക്കിയുള്ളൊക്കെ മേലെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യണ പോലെ ഇടാം. നമുക്ക് ഈ സാധനത്തിനെ ഇതിൽ കുടിച്ചിടാം. കാരണം ഇത് അടിയിൽ നിന്ന് പറിച്ചെടുത്തിട്ടുള്ള കണ്ട ഇതിൻ്റെ വേരൊക്കെ. അപ്പോൾ ഇതിൽ വെച്ചിട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇട്ടേക്കാം. കുറച്ച് മണ്ണ് നിറയ്ക്കാം. വാ, ഇത് അടന്നിങ്ങനെ പോരാണ്ടിരിക്കാനേ ഒരു കല്ലിടാം. കുറച്ച് കല്ല് കിടന്നട്ടെ. അവസാനമായിട്ട് നമുക്ക് കുറച്ച് മണലിടാം. ആദ്യം മണ്ണ്, പിന്നെ ആ വേരൊക്കെ അവിടെ നിന്ന് സെറ്റായിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ലിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് മണൽ എന്തിനാ വെച്ചാൽ ചെളി പുറത്തേക്ക് വന്നിട്ട് നമ്മുടെ വെള്ളം മൊത്തം ചെളി വെള്ളം വേണ്ടിയിരിക്കാൻ കൊണ്ടിടാം. കുമ്പള വരുന്നു ആ സൈഡിലല്ലേ താഴ്ച കൂടുതൽ, അവിടെ ഇടാവല്ലേ? ചാക്കുണ്ട് അവിടെ അവിടെ. ഇവിടേക്ക് വെച്ചോ, അവിടെ കാല് വെച്ച്. ബ്ലൈൻഡ് ആയിട്ടുണ്ട് ഷൂട്ട് ചെയ്യാം കേട്ടോ. എനിക്കൊന്നും കാണാനില്ല ലൈറ്റ് അടിച്ചിട്ട്.
നമ്മൾ ചെടികൾ എടുക്കുമ്പോൾ വിചാരിച്ച് കുറേ ചെടിയാവുമെന്ന് വിചാരിച്ചു കേട്ടോ. അവസാനം ഇതിലിട്ടപ്പോൾ ഒന്നുമില്ല, ഒരു 4 അവിടെ ഇവിടെയും കിടക്കണ ഒരു ഫീലുള്ളൂ. പക്ഷെ ഇത് പെട്ടെന്ന് ഇങ്ങനെ പടർന്ന് വളർന്ന് ഇങ്ങനെ സ്പ്രെഡ് ആവുന്ന ടൈപ്പാണ് തോന്നുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഈ ഫ്ലോട്ട് ചെയ്ത് കിടക്കാനുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, അതിൻ്റെ അടിയിലുള്ള ചെടികളൊന്നുമില്ല. അപ്പോൾ തൽക്കാലം നമ്മുടെ കയ്യിൽ വേറെ കുറച്ച് ചെടികളുണ്ട്, ചെറിയ ബേസിനുകളിലൊക്കെ. ഇതൊക്കെ ആ, അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമുക്ക് അതിൽ വയ്ക്കാം. മെല്ലെ പൊക്കിക്കോളോ, വെള്ളത്തിന് മുകളിലെത്തിയാൽ അല്ലെങ്കിൽ അതിൻ്റെ സൈഡ് പൊട്ടും. മേലുണ്ടൊക്കെ ഓക്കെ. വെള്ളത്തിനടിയിൽ അത് എന്താ സ്പീഡ് ഇനി എത്തില്ലേ? എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നടന്നു. പക്ഷെ അവസാനം ഈ നെറ്റ് വാങ്ങിയത്, നെറ്റിൻ്റെ സൈസ് ഇത്തിരി ചെറുതായി, വീതി കുഴപ്പമില്ല, നീളം എത്തണില്ല. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞു, പക്ഷേ നെറ്റ് മാത്രം ശരിയായില്ല. അപ്പോൾ ഇന്ന് വിഷു ആയ കാരണം കടകളൊക്കെ മുടക്കാവും, ഇന്ന് നമുക്ക് പുതിയത് മേടിക്കാനും പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇങ്ങനെ നിൽക്കട്ടെ. അടുത്ത വീഡിയോയിൽ നമ്മൾ നെറ്റിടും, മീനുകളെ ഇറക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ബൈ.